നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡും ഒന്ന് അൺകോൺഷ്യസ് മൈൻഡും. ഒരു 8 പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/8 1 പോർഷൻ മാത്രമേ കോൺഷ്യസ് ഉള്ളൂ, ബാക്കി 7 അൺകോൺഷ്യസിലാണ് കിടക്കുന്നത്. ഇപ്പം മോസ്റ്റ്ലി അടുത്ത് കാണുന്ന പ്രശ്നമാണ് റിലേഷൻഷിപ്പ്. പക്ഷെ 2 കാറ്റഗറി ഉണ്ട്, ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് വേറെ, അല്ലാത്തത് വേറെ. അപ്പം ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും വിവാഹത്തിന്റെ ആദ്യ സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മൾ രണ്ടുപേരും റൊമാൻറ്റിക് ഫേസിൽ നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും ബെസ്റ്റാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക. ഇപ്പൊ ഈ ബ്രേക്കപ്പ് സ്റ്റേജ് ഒക്കെ കുറെ ആൾക്കാർക്ക് റീകവർ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും എന്ന് പറയും. അങ്ങനത്തെ ഭയങ്കര ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാർ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? നമുക്കൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ പ്രണയമാണ് അവിടെ എന്ന് വെച്ചാൽ അതൊരു വേദന തന്നെയാണ്. ബ്രേക്കപ്പ് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം. ഡോക്ടർ, ഈ പാനിക് അറ്റാക്ക് എന്താണ്? നമ്മൾ പൊതുവെ കേൾക്കുന്നത് എനിക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്നു എന്നൊക്കെ. ആക്ച്വലി പാനിക് അറ്റാക്ക് എന്താണ്? പാനിക് അറ്റാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ റിയാലിറ്റിയിൽ ഇപ്പോൾ ആ ഒരു സംഭവം ഇല്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുവാണ് അതിപ്പോൾ സംഭവിക്കുമെന്ന്. ആ സമയത്ത് നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക, നമ്മൾ പാമൊക്കെ സ്വെറ്റ് ആവുക, ചെസ്റ്റിനൊക്കെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, ഭയങ്കര ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക്. ഇതൊരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നിൽക്കും. അപ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് ആയിപ്പോവും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇത് ഇത്ര നേരം കൊണ്ട് മാറും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക. പക്ഷെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അവനവൻ്റെ മനസ്സിൽ ഐ ആം സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു ഫീലിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പാനിക് അറ്റാക്കിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ പാനിക് അറ്റാക്കിൻ്റെ തന്നെ ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത പോലെ ഫ്രീസ് ആയിട്ട് നിൽക്കുക, ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് തന്നെ പല തരത്തിലുള്ള പാനിക് അറ്റാക്സുമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഈ ശരീരം വിറയ്ക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ബോഡി സിംറ്റംസ് നമുക്ക് കാണാം. മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടിയിട്ട് വല്ലാത്തൊരു പരിഭ്രമമാണ്. നമുക്ക് ഭ്രാന്ത് പോലെ, നമുക്ക് ഫുൾ ഇരുട്ട് പോലെ, നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. വല്ലാത്തൊരവസ്ഥ അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്. പക്ഷെ അതിന് തെറാപ്പി ഉണ്ട്, നമുക്ക് അത് തെറാപ്പി ചെയ്ത് സുഖമായിട്ട് നമുക്ക് അതിൽ നിന്ന് മാറാം. പക്ഷെ നമ്മൾ പണ്ട് കേൾക്കും പാനിക് അറ്റാക്ക്, അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും. നമ്മൾ കേട്ടുള്ള അറ്റാക്ക് ഒന്ന് ഉടനെ മരിക്കുന്ന അപ്പന്മാരൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പാനിക് അറ്റാക്ക് ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. ഇല്ല, കാരണം പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ട്രോമയുടെ ഇമോഷണൽ വൂണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. പക്ഷെ ഇപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനിക് അറ്റാക്ക് വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കണ്ടു, പിറ്റേ ദിവസം നമ്മൾ അതുപോലെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് വരുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇരുന്നിടത്ത് ഇങ്ങനെ വരാം. അല്ലെ ഇപ്പൊ എക്സാമിന് തോറ്റുപോയി, അടുത്ത ദിവസം പരീക്ഷ, നമുക്ക് പാനിക് അറ്റാക്ക് ആയിട്ട് ഒരു വാക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ പല തലങ്ങളിൽ ഈ പാനിക് അറ്റാക്സ് വരാം. അപ്പം ബേസിക് ആയിട്ട് നമ്മുടെ ഈ ഇമോഷണലി നമ്മുടെ മനസ്സിൽ മുറിവുകൾ, വൂൺസ് കിടക്കുവാണെങ്കിൽ ആ വൂൺസിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് പല സിറ്റുവേഷനിലും പാനിക് അറ്റാക്സ് വരാം. ഇപ്പം ഡോക്ടർ ഈ ട്രോമയുടെ കാര്യം പറഞ്ഞു. ആക്ച്വലി ഈ ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രോമ മനസ്സിൽ കിടപ്പുണ്ടെന്ന് പറയും. ചിലർക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കും ഏറ്റവും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളത്. അപ്പം ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ട്രോമ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡും ഒന്ന് അൺകോൺഷ്യസ് മൈൻഡും. ഇതിനകത്ത് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്, ഇപ്പൊ കറന്റ്ലി നമുക്ക് അറിയാവുന്നൊരവസ്ഥ. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള മൈൻഡാണ്. അതായത് ഇപ്പം ഒരു 8 പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1/8 1 പോർഷൻ മാത്രമേ കോൺഷ്യസ് ഉള്ളൂ, ബാക്കി 7 അൺകോൺഷ്യസിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഐസ്ബർഗ് പോലെ ആ ടിപ്പ് മാത്രമേ നമ്മൾ അറിയാവുള്ളൂ. അപ്പൊ ഈ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കടന്നു പോകുന്നത്, നമ്മളോട് ആളുകൾ സംസാരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു സാറ് വഴക്ക് പറഞ്ഞായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാർ കളിയാക്കി ചിരിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുമെന്ന് ഓർത്ത ഒത്തിരി പ്രതീക്ഷയായിട്ട് പോയ സാധനം കിട്ടാതെ പോയതായിരിക്കാം. ഇങ്ങനെയുള്ള പല പല ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. ഈ ഇൻസിഡൻസ് എല്ലാം കുറച്ച് നാളെ കോൺഷ്യസിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ അത് അകത്തട്ടിലോട്ട് അടിഞ്ഞടിഞ്ഞു പോകും. ഈ അടിഞ്ഞ് പോയ അൺകോൺഷ്യസ് മൈൻഡാണ് ശരിക്കും നമ്മുടെ ബിഹേവിയറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ്, ഒരു IT പ്രൊഫഷണൽ ഉണ്ടായിരുന്നു. അത് കേസ് പറയുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടി എന്ന് വെച്ചാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വർക്കിൽ പ്രൊഫഷണൽ വൈസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബോസ് ഇവരുടെ പേര്
ഉറക്ക വിളിക്കുമ്പോൾ റൂമിലേക്ക് വരാനോ എന്തെങ്കിലും പേരെടുത്ത ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ ഒരു ഷിവറിങ്ങും വല്ലാത്തൊരു വെപ്രാളവും വരുവാണ്. അപ്പോൾ ഇയാൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. കാരണം എല്ലാ വർക്കും നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അത് തന്നെയല്ല ആളുടെ ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ് പേഴ്സൺ ആണ്. ശരിക്കും ആള് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു റിയാക്ഷൻ ആവശ്യമില്ല. പക്ഷെ ആ ഒരു പേരെടുത്ത് വിളിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു പരിഭ്രമം വരുവാണ്. അപ്പോൾ ഈ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നോർമലി നോക്കിയ ഒരു പ്രശ്നവുമില്ല, ഫാമിലി ഒക്കെ നന്നായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ടുള്ള തെറാപ്പീസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിയുടെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ പേരെടുത്തെന്ന് വെച്ചാൽ പേര് ഉറക്കെ അങ്ങ് വിളിക്കുമ്പോഴത്തേക്കും ആ ഭയങ്കര പാനിക്കായിട്ട് ഓടി അച്ഛൻ്റെ അടുത്തിട്ട് ചെല്ലുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാ അൺകോൺഷ്യസിൽ ഒരാൾ പേര് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാനിക്ക്. പക്ഷെ അന്ന് ആ ഒരു ലെവലിൽ പോയിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം ആൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ അപ്പം നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഫീൽ വരുന്നത്? നമ്മുടെ കയ്യിലുള്ളതല്ലല്ലോ. ചിലപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പാനിക് ആവാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആവുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ട്. ആ അടിഞ്ഞു കിടക്കുന്ന സംഭവങ്ങൾ കൊണ്ടാണ് നമ്മളുടെ വ്യക്തിത്വവും നമ്മളിൽ എന്താണെന്നും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എല്ലാം ഫോം ചെയ്യുന്നത്. അപ്പം എല്ലാ മനുഷ്യരും ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവാം. അതിങ്ങനെ അടിഞ്ഞു കിടന്നിട്ടുള്ള റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ദ വേൾഡ് ഈസ് മിററിങ് യു. അപ്പോൾ നമ്മൾ പുറമേ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടെന്നുള്ളതാണ്. അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം മനസ്സിലാക്കണം അവിടെയൊക്കെ നമുക്ക് ക്ലെൻസിങ് ആവശ്യമാണ്. അതൊക്കെയാണ് ഈ ട്രോമ പോലെ കിടക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അപ്പൊ അതാണ് ഈ ട്രോമാസ് എന്നൊക്കെ പറയുന്നത്. കുറെ ആൾക്കാർക്ക് സ്കൂൾ സൈഡിൽ നിന്നായിരിക്കാം പെട്ടെന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഇത് വരുമ്പോ ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ഇത്രയും വർഷമായില്ലേ, അത് ചെറുപ്പത്തിൽ നടന്ന ഒരു കാര്യമില്ല, അത് നീ ഇപ്പോഴും ആലോചിക്കുന്ന എന്താന്ന് ചോദിക്കും. പക്ഷെ അവർക്ക് മേ ബി അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും ആ ഒരു ട്രോമ എന്ന് വെച്ചാൽ അത് ക്ലെൻസ് ഔട്ട് ആവാതെ അത് പോയില്ല. അതിൽ നിന്നുകൊണ്ട് നമ്മൾ എത്ര വളർന്നെങ്കിലും നമുക്ക് ആ പെയിൻ ഉണ്ടാവും. ചിലര് സ്നേഹിക്കപ്പെടാത്ത അവസ്ഥയുള്ള ആളുകളുണ്ട്. ആ സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എവിടെ ചെന്നാലും നല്ല റിലേഷൻഷിപ്സ് കിട്ടാത്ത അവസ്ഥ. അപ്പൊ നമുക്ക് തോന്നുമ്പോൾ മിക്ക പാറ്റേൺസ് നമ്മുടെ എല്ലാം ലൈഫിൽ റിപ്പീറ്റഡ് പാറ്റേൺസ് ആയിരിക്കും വരിക. ഇപ്പൊ ചിലപ്പോൾ ചതിക്കപ്പെടുന്ന അവസ്ഥ, ചതിക്കാനുള്ള ആളുകളായിരിക്കും എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും നമ്മൾ നല്ല വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ട്രൂ ലവ് കിട്ടാത്ത? പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ടാവും നമ്മളൊരു ട്രൂ ലവിന് ഡിസേർവ്ഡ് അല്ലാത്ത ആളാണ്. ബിക്കോസ് ആ എക്സ്പീരിയൻസ് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കും. ബെറ്റർ ഈ ഒരു മൈൻഡൽ ക്ലൻസിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കേസാണ്, ഡോക്ടറോട് ചോദിക്കാനും പറഞ്ഞാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഒരു 23 വയസ്സുണ്ട്. പുള്ളിക്കാരിക്ക് സ്കൂളിൽ ഒത്തിരി ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റിൽ ഇപ്പോഴും സ്കൂളിലെ സംഭവങ്ങൾ സ്വപ്നം കണ്ട് പേടിച്ച് ഉറക്കത്തിൽ നീണിക്കും. എന്നും സ്വപ്നം കാണും. സ്കൂളിന്റെ മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതെപ്പോഴും സ്വപ്നം കണ്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. അപ്പൊ ആളുടെ ആൾക്കാരോട് പറയും സ്കൂൾ കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, അത് പണ്ടത്തെ കാര്യം, ഇപ്പോഴും നിന്റെ മൈൻഡിൽ അത് എന്തുകൊണ്ട് കിടക്കുന്നു, നീ അത് വിടുന്നു. പക്ഷെ വർഷങ്ങൾ ഇത്രയായിട്ടും ഒന്നെങ്കിൽ സ്വപ്നം കണ്ട് എണീറ്റാണ് കൂടുതലും ഇതാവുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും ഈ സ്വപ്നം കാണുന്നത് നമ്മളെ മൈൻഡ്? അത് ഈ സ്വപ്നത്തിലൂടെ നമ്മളുടെ ഇപ്പോൾ പണ്ടൊക്കെ ബൈബിളിലൊക്കെ സ്വപ്നത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന പ്രോബ്ലംസ് ഇപ്പോഴും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾക്ക് തിരിച്ചറിവ് തരുന്നതാണ് ഈ സ്വപ്നങ്ങളിലൂടെ. വൺസ് ആ കുട്ടിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഡ്രീംസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ക്ലെൻസിങ് ഔട്ട് കൊടുക്കണം. കാരണം അത് ക്ലെൻസ് ഔട്ട് ചെയ്യാതെ ആ കുട്ടിക്ക് നല്ലതായിട്ട് ഒരു ഉറക്കോ അല്ലെങ്കിൽ നല്ലൊരു ലൈഫോ കിട്ടില്ല. അപ്പോൾ ആ നമുക്ക് സ്വപ്നത്തിലൂടെ വന്ന് ഇപ്പോഴും ഇത് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വൂണ്ട് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ മറ്റുള്ളവരുടെ മുന്നില്, പക്ഷെ അത് ഓരോ വ്യക്തികളെ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എടുക്കുക. ആ കുട്ടി എങ്ങനെ പറഞ്ഞു ചെയ്യാത്ത ഒരു കാര്യത്തിന് പണ്ട് സ്കൂളിൽ ഇങ്ങനത്തെ ഒരു കാര്യം പ്രശ്നം വന്നു, എന്നെ പുറത്താക്കി, പക്ഷെ എക്സാം ഒക്കെ എഴുതി, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും എൻ്റെ മൈൻഡ് എന്നും ആ ഒരു ടീച്ചറിനെയും പ്രിൻസിപ്പാളിനെയും കണ്ട് പേടിച്ചിട്ടാണ് പലപ്പോഴും എണീക്കുന്നതെന്ന് അങ്ങനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ആ കുട്ടി ഇടയ്ക്ക് ആ സ്കൂളിൽ പോയി അവരോട് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇത്രയും വർഷങ്ങൾ, അവരതങ്ങ് വിടും ടീച്ചേഴ്സ്. പക്ഷെ അതിനുശേഷം ആ ഒരു ഡ്രീംസ് കാണുന്നത് കുറഞ്ഞു ഒരു ലിമിറ്റ് വരെ. പിന്നെ കുട്ടി പറഞ്ഞാൽ കാണുന്ന സ്വപ്നങ്ങളെല്ലാം വലിക്കുന്നുണ്ട്.
ഇപ്പൊ ചെറിയ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് വലിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്വപ്നം കാണുന്നതാണ് ഭയങ്കര പേടി ആൾക്ക് ഉറങ്ങാൻ. മനസ്സിലായി. അതിപ്പം വലിക്കുന്നുണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ബിലീവ് ചെയ്യും. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നോ അതിനൊരു എനർജി നമ്മളുടെ അടുത്തുണ്ടാവും. പിന്നെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഫോർഗീവിങ് അവിടെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് ഇന്റൻസിറ്റി കുറയുന്നത്. പക്ഷെ ബെറ്റർ ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് ചിലപ്പം 2-3 തലങ്ങളിലുള്ള ഐഡന്റിറ്റി ആ കുട്ടിയുടെ മനസ്സിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ഒന്നാമത്തെ തലം എന്നെ എന്താരും മനസ്സിലാക്കാത്ത, അതാ അപ്പർ ലെയർ വന്നിട്ട് ഇന്നർ ലെയറിൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ ഞാൻ നല്ലൊരു കുട്ടിയല്ലായിരിക്കും, അതുകൊണ്ടാണ് എന്നെ ആർക്കും മനസ്സിലാവാത്ത എന്നുള്ള ഒരു ലെയർ ഉള്ളിൽ കിടക്കുന്നിടത്തോളം നാളെ ആ കുട്ടിക്ക് ആ പെയിൻ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ആ ലെയർ നമുക്ക് സുഖമായിട്ട് ഹീൽ ചെയ്തെടുക്കാം. അതിനുള്ള ഒരുപാട് തെറാപ്പീസ് ഉണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്തിനാ നമ്മുടെ ആപ്പാടിൽ ചെറിയ ജീവിതം, എന്തിനാ നമ്മളിങ്ങനെ സ്പോയിൽ ചെയ്യണ്ടേ? നമുക്ക് നന്നായി ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ടെക്നിക്സും ഒക്കെ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുക. വൺസ് ഒരു സെഷൻ പോലും എടുത്താൽ കുട്ടിക്കൊക്കെ ഒരുപാട് ഡിഫറൻസ് വരാൻ പറ്റും. ഇപ്പം മോസ്റ്റ്ലി അടുത്ത് കാണുന്ന പ്രശ്നമാണ് റിലേഷൻഷിപ്പ്. ആദ്യം ആ ഒരു മെന്നിനായിരിക്കും കൂടുതൽ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു റിലേഷൻഷിപ്പായി 1 വർഷം കഴിയുന്നു, പിന്നെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവുന്നു. പിന്നെ പെൺകുട്ടിയായിരിക്കും കൂടുതൽ കരയുന്നതും കാര്യങ്ങളും. എന്താണ് ഡോക്ടർക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം പണ്ടത്തെ കാലത്തെ റിലേഷൻഷിപ്പിന്റെ കോൺസെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴത്തെ ജനറേഷൻ ആർക്കും വലിയ വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. പണ്ട് നമ്മളൊരു 20s കഴിയുമ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിച്ചെങ്കിൽ ഇപ്പൊ 28 കഴിഞ്ഞാലും താല്പര്യമില്ല. ആ ഒരു അവസ്ഥയിലോട്ട് വന്നു. പക്ഷെ നമുക്കറിയാൻ പറ്റും, ഈ 28-നുള്ളിൽ നമ്മൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിൽ പോയിട്ടുണ്ടാവാം. കാരണം നമുക്കൊരു പാർട്ണർ നീഡ് വരുന്ന ഒരു ഏജ് ആണത്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് 18 വയസ്സും 20 വയസ്സിലൊക്കെ പെൺകുട്ടികളെയും, ആൺകുട്ടികൾക്ക് ഒരു 28 വയസ്സ് അല്ലെങ്കിൽ 26-27 വയസ്സ് നല്ല വിവാഹ പ്രായം ഇട്ടേക്കുന്നത്. ആ പ്രായത്തിൽ നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് എന്തായാലും ഒരു പാർട്ണർ വരും. ഇതൊരു വിവാഹം അല്ലെങ്കിൽ ഇത്. അത് നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ബയോളജിക്കൽ നീഡും കൂടിയാണത്. അപ്പം ഇപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാൽ 2 കാറ്റഗറി ഉണ്ട്. ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് വേറെ, അല്ലാത്തത് വേറെ. അപ്പം ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും വിവാഹത്തിന്റെ ആദ്യ സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മൾ രണ്ടുപേരും റൊമാൻറ്റിക് ഫേസിൽ നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും ബെസ്റ്റാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ബെസ്റ്റ് പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പം ചിലപ്പം മെൻ കുറച്ച് നാൾ കഴിയുമ്പം അവർ മച്ചുവേർഡ് ഫേസിലോട്ട് ഷിഫ്റ്റ് ആയിട്ട്, വിമൻ ആദ്യം കിട്ടിയതില്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ട് വീണ്ടും അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തോന്നും എന്തോ എന്നോട് സ്നേഹം കുറഞ്ഞു പോയി, അതാണ് ഇതാണ് എന്നൊക്കെ തോന്നും. ബട്ട് ദ റിയാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാർട്ണർ മച്ചുവേർഡ് ഫേസിലോട്ട് ഷിഫ്റ്റ് ആയി പോയതായിരിക്കും. കാരണം വിവാഹത്തിന് മുന്നേ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. വിവാഹം കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരും. ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി വരും, പിന്നെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോലെയല്ല കല്യാണം കഴിച്ച് കഴിയുമ്പോൾ. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമ്മൾ ഇൻലോസിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരും. ഇതെല്ലാം വരുമ്പോൾ നമുക്ക് പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിനൊന്നും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്യൂസ് അവിടെ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ഒരു കണക്കിന് നല്ലതാണ്, വേറൊന്നുകൊണ്ടും അല്ല. കാരണം എല്ലാവർക്കും അവരുടെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഇപ്പൊ പാരന്റ്സിന് അവരുടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അതിൽ ജീവിക്കുമായിരിക്കും അവർക്ക് കംഫർട്ട്. മക്കള് ഭാര്യയും ഭർത്താവിനും അവർക്ക് അവരുടെ രീതി ജീവിക്കാം. പക്ഷെ എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിലൊക്കെ നമ്മളത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതൊന്നും ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചില ആൾക്കാർ വിചാരിക്കും പ്രേമിച്ച പോലെയല്ല കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വലിയ മൈൻഡില്ല, അല്ലെങ്കിൽ കൂടുതലും ജോലി സ്ട്രെസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നോടൊന്നും സംസാരിക്കാറില്ല, അപ്പോൾ എന്തോ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ ആക്ച്വലി പ്രേമിക്കും പോലെ അല്ല കല്യാണം കഴിയുമ്പോൾ. അത് ആ ഒരു ഫേസിൽ ഷിഫ്റ്റിംഗ് അവിടെ നടക്കുന്നില്ല. അതിലുപരി നമ്മുടെ എനർജിയും പ്രേമിക്കുമ്പോൾ ഉള്ള എനർജിയിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ പറയും, ഇപ്പം രാവിലെ ഹസ്ബൻഡ് വൈഫ് ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിച്ചോ. പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ്. ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ വൈകിട്ട് വരുമ്പം ഇത് ഹസ്ബൻഡ് സംസാരിക്കുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലേ നല്ല നീ വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെ പറയുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ അപ്പൊ ഈ വഴക്ക് കഴിയൂലോ, അപ്പൊ രണ്ടുപേരുടെ ജോലിക്ക് പോയി, രണ്ടുപേരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വൈകിട്ട് വരുമ്പോൾ വിമൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ആ ഡ്രാമ ക്യൂൻ പോലെയാ, ആ ഫേസ് അങ്ങ് കീപ്പ് ചെയ്യും.
അതായത് ഞാൻ ഫേസ് എല്ലാം ചിരിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലോ, എന്നെ രാവിലെ എത്ര ബാധിച്ചില്ലെന്ന് എന്റെ പാർട്ണർ ചിന്തിക്കൂലോ എന്ന് ഓർത്ത് ദേഷ്യത്തിലാണ് വിചാരിച്ച ഡ്രാമ ക്യൂൻസ് പുള്ളി മറക്കും. അപ്പൊ തിരിച്ചു വന്നു കഴിയുമ്പോൾ ചിലപ്പം ആ വിഷയമേ വന്നില്ല, ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടു അപ്പൊ തന്നെ മുഖമൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കും. ചിലപ്പോൾ അയാള് ഇതുവരെ വിട്ടില്ല എന്നാ അവിടെ വെച്ചോണ്ടിരിക്കുന്ന പറയും, തീർന്നു. അതോടുകൂടി നമുക്ക് തോന്നും നമ്മളെ അവർ മനസ്സിലാക്കുന്നില്ല, നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. എപ്പോഴും നല്ല എനർജി ഉള്ളിടത്ത് ഇരിക്കാൻ ആളുകൾക്ക് ഇഷ്ടം. ഇപ്പൊ ക്ലിയോപാട്രയുടെ കഥ കേട്ടാൽ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ക്ലിയോപാട്രയുടെ അടുത്ത് ഇത്രയധികം ഇതായിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പുരുഷനെ ഏറ്റവും ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് നോക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു വിമൻ ആണെങ്കിലും മെൻ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു നല്ല എനർജി ഉള്ളിടത്ത് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴും പരാതിയും പരിഭവവും വിഷമവും പറയുന്നവരുടെ അടുത്ത് നമുക്ക് ലോ എനർജി ആയിരിക്കും കിട്ടുക. ഓൾറെഡി നമ്മൾ ലോ ബാറ്ററി, നമ്മൾ വീണ്ടും ലോ ബാറ്ററി ഉള്ളിടത്തേക്ക് പോയില്ലല്ലോ, നമ്മൾ ഹൈ ബാറ്ററി ആയിരിക്കും നോക്കുന്നത്. അപ്പം നമ്മളുടെ ഊർജ്ജവും നല്ല നിലയിൽ നിർത്താനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇവൻ ഞാൻ പറയുന്നത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി പോലും എനർജി മാറും. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്ത പോലെ അല്ലല്ലോ നമ്മളിപ്പോ പ്രസന്റ് ചെയ്യുന്നത്. അല്ല, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫിസിക്കലി നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ നല്ല ഡ്രസ്സിങ്ങിലും എല്ലാം നന്നായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ വീട്ടിലെ ജോലികളും ചെയ്ത് ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതുമ നമ്മൾ അവിടെ നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ അപ്പൊ പഴയ ആ ഇന്റൻസിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വൺസ് നമ്മൾ നമ്മുടെ എനർജി തന്നെ എപ്പോഴും നിൽക്കാൻ നോക്കണം, നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കണം, നമ്മളുടെ ഹാപ്പിനെസ് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കാന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വേണം. അതിൻ്റെ പാർട്ണർക്കാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാളാ, ആൾക്ക് എത്രത്തോളം നമ്മളെ ഫിൽ ചെയ്ത് തരാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവനവനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവനവനാന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ റിലേഷൻഷിപ്പിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പം അല്ലാതെ കേൾക്കുന്ന ഒരു കാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എത്രത്തോളം ഒരു മെന്റൽ ഹെൽത്തിന് ഡൗൺ ആവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പല ടോക്സിക് റിലേഷൻഷിപ്പും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വെറുതെ ചില ആൾക്കാർ ഇങ്ങനെ ചുമ്മാ പോയി റെസ്പെക്ട് ഇല്ലാത്ത തെറി വിളിക്കുക, നീ ഫോൺ എടുത്തില്ല, നീ ആരുടെ കൂടെ ആയിരുന്നു, സംശയം വരിക, ഇങ്ങനത്തെ കേസസ് ഒക്കെ ഡോക്ടറിന് വരാറുണ്ടോ? തീർച്ചയായിട്ടും ഇതൊക്കെ കോമൺ ഇഷ്യൂസ് ആണല്ലോ. അതായത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും റിലേഷൻഷിപ്പിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലേ? ഭാര്യയ്ക്കും ഉണ്ടാവും, ഭർത്താവിനും ഉണ്ടാവും. ഞാൻ വിവാഹം കഴിച്ച എൻ്റെ വൈഫ് ഇങ്ങനെയായിരിക്കണം, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം. പക്ഷേ ഈ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് മറ്റൊരാൾക്ക് നിൽക്കാൻ പറ്റുമോ? അത് സ്വപ്നങ്ങളിൽ മാത്രം. അത് 2 ദിവസം നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അതായത് ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളോട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വഴക്കൂടുമ്പോൾ പറയാറില്ലേ, നിങ്ങൾ എന്താ മാറാത്തതെന്ന് ഇങ്ങനെ നമ്മൾ ചോദിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ തന്നെ സ്വയം വേണേൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഈ സീക്കിങ് നമ്മളെപ്പോഴും ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുക, എന്നെ നോക്കുന്നുള്ള നമ്മുടെ ആ നേച്ചറിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ചേഞ്ച് ആയിട്ട് വരിക എന്ന് വെച്ചാൽ അവനവൻ തന്നെ ചിന്തിച്ചാലേ ഇത് പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരാളോട് മാറാൻ പറ്റാത്ത എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മളോടൊരു ചോദ്യം ചോദിക്കണം, എനിക്ക് മാറാൻ പറ്റുന്നുണ്ടോന്ന്. നമുക്ക് എല്ലാവർക്കും മാറാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പറയണേ, ഇപ്പം ഇങ്ങനെ ഒന്ന് കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് നോക്കേ ജസ്റ്റ്. ഇപ്പം ഏത് ഹാൻഡാ ടോപ്പിൽ വന്നത്? ഈ തമ്പില് അത് ഏത് ഹാൻഡ്? റൈറ്റ്. ഓക്കെ, ഇനി ഞാൻ പറയുവാണ് അശ്വതിയുടെ അടുത്ത് അത് ലെഫ്റ്റ് ആക്കി ഒന്ന് വെക്കാൻ. ലെഫ്റ്റ് ആയിട്ട് വെച്ചില്ലേ? ഇങ്ങനെ വെച്ചപ്പോ പോലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തില്ലേ? ഒരു വിരല് വെക്കുന്നതിൽ പോലും ഇങ്ങനെ വെച്ചപ്പോ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തില്ലേ? അപ്പൊ നമ്മുടെ ഒരു നേച്ചർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എന്തുമാത്രം ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പൊ അത് നമ്മളിപ്പോ ഒരാളോട് മാറാൻ പറയുന്നേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മാറുമ്പോൾ നമ്മൾ കുറെ പേരൊക്കെ പിന്നെ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും ജീവിക്കുക. അത് ഒരുപാട് നാളെ അതേ ഇന്റൻസിറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആഫ്റ്റർ ഓൾ അവരാരും ഹാപ്പി അല്ലായിരിക്കും. അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഈ മറ്റൊരാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് തന്നെ ഒരു ടോക്സിറ്റി തോന്നും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ബെറ്റർ അത് ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് എങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതിനൊക്കെ പറയുന്ന പോലെ ഒട്ടും ഈസി അല്ല. നമ്മൾ ചില കേസസ് എന്ന് വെച്ചാൽ ഭയങ്കര ടോക്സിറ്റി എന്ന് വെച്ചാൽ ഫോൺ ബിസി ആയ പ്രശ്നം, ഫോൺ എടുത്തില്ലെങ്കിൽ പ്രശ്നം, വാട്സപ്പിൽ ഓൺലൈനിൽ ഇരുന്ന പ്രശ്നം, ആരോട് സംസാരിക്കുന്നു. മോസ്റ്റ്ലി ഞാൻ ഒരു യൂട്യൂബിൽ ഒരു പുള്ളിക്കാരി പറഞ്ഞ കാര്യമാണ്, അവരാ ബ്രേക്കപ്പ് റീസൺ ഇങ്ങനെ വിളിച്ച് ഫുൾ ഇങ്ങനെ
തെറിയെന്ന് വെച്ചാൽ ഒരു ഗേളിനെ എങ്ങനെയൊക്കെ സക്ഷേമിങ് ചെയ്യാൻ പറ്റുമോ അതുപോലെയാണ് അവര് ഫൈറ്റ് ഇടുന്ന സമയത്ത് പറയുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ ആൾ അയ്യോ സോറി ഇനി ഞാൻ അത് പറയത്തില്ല. പക്ഷെ ആൾക്ക് അത്രയും ഹേർട്ട് ആയിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇനി അത് പറയത്തില്ല, എനിക്ക് നീ ഇല്ല പറ്റില്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞു എന്നപ്പോൾ ലാസ്റ്റ് സഹി കേട്ടിട്ടാണ് പുള്ളിക്കാരി അത് നിർത്തി. കാരണം ഒത്തിരി ചാൻസ് കൊടുത്ത് ഒത്തിരി നമ്മൾ ഇനി ആ റിലേഷന്റെ കാര്യമില്ല. ആക്ച്വലി ഒരു റെസ്പെക്ട് ഇല്ലാതെ ഒരു കോൺവെർസേഷൻ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ഡൗൺ ആക്കും. ബുദ്ധിമുട്ടാണ്. പരസ്പരം റെസ്പെക്റ്റ് വേണം, റെസ്പെക്റ്റും വേണം, പരിഗണന വേണം, അതുപോലെ നമുക്ക് നല്ല കണക്ഷൻസ് വേണം. ഈ പറഞ്ഞ പോലെ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കുഴപ്പമാണ്. പരിഗണന ആവശ്യമുള്ളവർക്ക് പരിഗണന കൊടുക്കണം. റെസ്പെക്റ്റ് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയാനുള്ളതല്ല നമ്മുടെ പാർട്ട്ണർ. അത് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇപ്പം പണ്ടായിരുന്നു ഇപ്പോൾ ഒരാളുടെ അണ്ടറിലേക്ക് വരിക എന്ന് പറഞ്ഞു. കാരണം രണ്ടുപേരുടെയും ഡിപ്പാർട്ട്മെന്റ് വേറെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് രണ്ടു കൂട്ടരും വർക്ക് ചെയ്യാണ്, രണ്ടു കൂട്ടരും ഒന്നിച്ചാണ് നർച്ചർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്വിച്ച് ചെയ്യാണ്. അപ്പം റോൾസ് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയി. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചാൽ ആരും ആരുടെയും ഒരു ഡിപ്പെൻഡൻസി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഒരു പാറ്റേൺ ആണ്. അത് അയാളുടെ പേഴ്സണാലിറ്റി തന്നെയുള്ള പ്രോബ്ലം ആയിരിക്കും. ആ വ്യക്തി ഈ കുട്ടിയോടല്ല ആരോട് റിലേഷൻഷിപ്പിൽ പോയാലും അയാൾക്ക് ആ നേച്ചർ കാണും. അപ്പൊ അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളിയുടെ ഉപബോധ മനസ്സിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഓൾറെഡി കിടപ്പുണ്ടാവും. അതായത് പുള്ളിയെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, പക്ഷെ പുള്ളി മേ ബി അയാളുടെ പേഴ്സണാലിറ്റി അങ്ങനെ ഒരാളെ വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് റിലേഷൻഷിപ്പിൽ തന്നെ വന്നെന്ന് തന്നെ ഇല്ല. ഇപ്പം ഈവൻ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ അവരുടെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മളെ ഒരാള് ഇപ്പം അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് ഇപ്പൊ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്ന ആരുടെയും ലൈഫിൽ ഇങ്ങനത്തെ പാറ്റേൺസ് കണ്ടാലും നമ്മളത് എഫക്ട് ചെയ്യും. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത് വരാം. അപ്പൊ ബെറ്റർ നമുക്ക് അങ്ങനത്തെ ആളാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ഈ ബ്രേക്കപ്പ് സ്റ്റേജ് ഒക്കെ കുറെ ആൾക്കാർക്ക് റീകവർ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും എന്ന് പറയും. ചിലർക്ക് 1 year, ചിലർക്ക് 6 months, അങ്ങനെ കുറെ. അങ്ങനത്തെ ഭയങ്കര ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാർ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? പിന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് മാമിന് വന്നിട്ടുള്ള ഇപ്പോഴും മനസ്സിലുള്ള എന്തെങ്കിലും കേസ് ഉണ്ടോ? അല്ല, ഇത് ഡോക്ടറിന്റെ തന്നെ ഒരു കേസ് എടുത്തു. ഒരു ഡോക്ടറാണ് ആള്. അപ്പൊ അവർക്ക് ബ്രേക്കപ്പ് ആയിട്ടെന്ന് വെച്ചാൽ ഡോക്ടറിന്റെ മരുന്ന് പോലും മാറിപ്പോവും എഴുതുമ്പോൾ. അതുപോലെ പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പിന്നെ സെഷൻസ് ഒന്നും എടുക്കാൻ പറ്റാതിരിക്കുക, കൺസൾട്ടേഷൻ ഇരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ ഏത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമുക്കൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ പ്രണയമാണ് അവിടെ എന്ന് വെച്ചാൽ അതൊരു വേദന തന്നെയാണ്. ബ്രേക്കപ്പ് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും നാൾ ചിലപ്പം ഒരാൾ ഡീപ്ലി കണക്റ്റഡ് ആണെന്ന് വിചാരിച്ച ഒരാളോട്, അപ്പം അയാളുമായിട്ട് നടന്ന നിമിഷങ്ങൾ, അയാളുമായിട്ട് സംസാരിച്ച സമയങ്ങൾ, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് റെഡിയായി വന്നെന്ന് വിചാരിച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇറ്റ്സ് ടേക്ക് സം ടൈം. ആൻഡ് പിന്നെ ഡിപ്രഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ മേ ബി കുറേ കേസുകളിൽ ഡിപ്രസീവ് ഫീലിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ജീവിക്കണേ, എന്നെ ആരും മനസ്സിലായി, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസുണ്ട്. അതായത് ഹസ്ബൻഡ് വൈഫായിരുന്നു. അത് എനിക്കൊന്നെന്ന് വെച്ചാൽ ഒരു പ്രണയത്തിന് തന്നെ പല പല ഭാവങ്ങളുണ്ടെന്ന് പറയണമല്ലേ. അപ്പോൾ ഹസ്ബൻഡ് എനിക്കൊന്ന് തമിഴ്നാട്ടിൽ എന്തോന്ന് തോന്നുന്നു ആ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷെ ഇവർക്ക് എന്തോ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അപ്പം എന്തോ കുട്ടി വേണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ എടുത്തിട്ട് അബോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻ്റ് ആവാൻ നോക്കിയിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നത്. അപ്പോൾ ഇവർക്ക് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിട്ട് അപ്പം ഇത് മൂത്ത കുട്ടിയായതുകൊണ്ട് അനീത്തിമാരെ മക്കളെ പോലെ നോക്കാമെന്ന് വിചാരിച്ച് ഇവർ ഹസ്ബൻഡും കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെ പ്രാരാബ്ദം കൂടിയപ്പോൾ പുള്ളിക്കാരിയും ജോലിക്കൊക്കെ പോയി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ സിസ്റ്ററുമായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നത്. ആ നീതി പറയാണ് എനിക്ക് ഇയാളെ മാരി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ സമ്മതിച്ചു, വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെ അവരുടെ കുട്ടികളെ നോക്കാനായിട്ട് ജോലിക്ക് പോകുന്നൊരു സ്ത്രീ, ഈ സ്ത്രീ. അപ്പൊ അവര് പറയണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ ഒരു ആർട്ടിക്കിൾ പോലെ എന്തോ വന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ അവര് പറയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ പ്രാണൻ തുല്യം സ്നേഹിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ നർച്ചർ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് എന്ത് തരം പ്രണയമാണെന്ന് പോലും നമുക്ക് ഇപ്പൊ പ്രണയം എന്ന് പറഞ്ഞാൽ പല തലങ്ങളിലാണ്. അപ്പം ചില ആൾക്കാർ പറയും
കിട്ടാത്തപ്പോൾ നമ്മൾ വിട്ടുപോകുന്നതാണ് പ്രണയം. ചില ആൾക്കാർ അങ്ങനെയല്ല, ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള പ്രണയങ്ങളാണ്. അപ്പം അവർ ശരിയാണ്, എന്തിനാ ഇങ്ങനെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യണേന്ന് നമുക്ക് തോന്നും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പല ആൾക്കാരും പറയാറുണ്ട്, ഇപ്പൊ സ്നേഹിച്ച പെൺകുട്ടി മരിച്ചുപോയി, വിവാഹം പോലും കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരാളില്ലാന്ന് ഇല്ലാന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിവാഹം പോലും കഴിച്ചിട്ടുള്ള ആൾക്കാരല്ല. റെയറാ, വളരെ റെയർ ആയിട്ടുള്ള പ്രണയങ്ങളാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. പിന്നെ അതുപോലെ ചിലർ വിവാഹം കഴിച്ച് ഒത്തിരി വർഷം ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ വിവാഹത്തിലുള്ളപ്പോൾ തന്നെ എന്തോ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട്. സോ എവറി സ്റ്റോറി ഈസ് ഡിഫറെന്റ്. അപ്പം ഇത് ഓരോ ആളുകൾ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ബെറ്റർ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഇമോഷണലി സപ്പോർട്ട് ആവശ്യമാണ്. ഈവൻ അപ്പോൾ അവരെ ആണെങ്കിലും ടീച്ച് ചെയ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ലേഡിയുടെ കേസിൽ അവർക്കൊരു ടീച്ച് ചെയ്ത് അവരെ നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാം. ചിലപ്പോൾ അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാജുവലി അവർക്ക് അവരുടേതായിട്ടുള്ള നല്ല ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിങ്ങനെ. പക്ഷെ ഇത് അവരുടെ ജീവിതം മുഴുവൻ അവരങ്ങനെ ജീവിച്ചു. സോ ഓരോ ആളുകൾക്കും തെരഞ്ഞെടുപ്പുകളാവാലോ അവരുടെ ലൈഫിൽ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഇപ്പൊ ഡോക്ടർ നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടറിന്റെ കേസസിൽ എന്തെങ്കിലും ഡോക്ടർക്ക് അത്ഭുതം തോന്നിയ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ട് ലോകത്ത്, അല്ലെങ്കിൽ ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റ് ആയിരുന്നു തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? മറക്കാൻ എല്ലാ ക്ലയൻസും എൻ്റെ ശരിക്കും ഹൃദയത്തോട് ചേർത്ത് തന്നെ നിർത്തിയാണ്. ഞാൻ പറയാറുണ്ട് എൻ്റെ ക്ലയൻസിനടുത്ത്, നിങ്ങളുടെ എല്ലാം ഓരോ ഫയൽ ഫോൾഡറാണ്. അതിങ്ങനെ ഓരോരുത്തർ നമുക്കിപ്പം റിലേറ്റബിൾ ആണ്. ഒരു പ്രശ്നം തന്നെ 100 ആൾക്കാർ വരുന്നുണ്ട്, ബ്രേക്കപ്പിന്റെ, ഡിപ്രഷൻ, ആൻസൈറ്റി. ഇപ്പം മാഡം കുറച്ച് നേരത്തെ ഒരു നോവൽ വായിച്ച കാര്യം, അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഉണ്ടായിട്ടുണ്ടോ? ഡിഫറെന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോ വരുന്നത് ഇപ്പൊ ഈ ഇതിന്റെയൊക്കെ പല തലങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ ആദ്യ സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ, അതായത് ഇപ്പൊ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും മനുഷ്യന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഞാനിപ്പോ വായിച്ചത് വെച്ചിട്ട്, അത് എൻ്റെ അടുത്ത് വന്ന പേഴ്സണൽ കേസ് അല്ല, പക്ഷെ ഞാൻ ഷെയർ ചെയ്തത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ പല തലങ്ങളിലുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പൊ ചിലവരെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ഇപ്പൊ കോമൺലി ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ, ചെറിയ കാര്യത്തിന് പോലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയിലേക്ക് തന്നെ, കാരണം ചെറിയ കാര്യങ്ങൾ പോലും നമുക്കത് ഭയങ്കര നമ്മുടെ പരാജയമായിട്ട് കാണുന്ന, അത്ര പോലും മാനസിക തലങ്ങളിൽ നിന്ന് താഴോട്ട് പോകുന്ന ഒരു ജനറേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പരാജയം പറ്റില്ല. ഇപ്പൊ ഈവൻ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടന്നില്ലെങ്കിൽ പോലും എൻ്റെ ലൈഫ് തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എല്ലാ ടൈപ്പ് ഓഫ് കേസസും വരുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ എൻ്റെ അടുത്തൊരു ഹസ്ബൻഡ് വൈഫ് വന്നാലും, ആര് റിലേഷൻഷിപ്പ് കോച്ചിങ്ങിന് വന്നാലും, അല്ലാതെ വേറെ എന്ത് ഇഷ്യൂ ആയിട്ട് വന്നാലും, ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയിലാണ്. അതായത് ഇപ്പൊ മറ്റൊരാൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം തരാമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഇപ്പൊ പറയാണ് എൻ്റെ പാർട്ണർ ഭയങ്കര ടോക്സിക് ആണെന്ന് പറഞ്ഞു വരുന്നൊരു കേസ് ആണെങ്കിൽ പോലും പാർട്ണറിലല്ലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ആ വ്യക്തിയിലാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേണിൽ ജീവിക്കാൻ നമ്മുടെ തന്നെ ഒരു വൈബ്രേഷൻ ഒരു കാരണമാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവനവനിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക, അവനവനിൽ വേണ്ട ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈവൻ നമ്മളുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, എത്രയോ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ, ഒരു കേക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നിങ്ങളുടെ ഇൻസൈഡ് ഉണ്ട്. ജസ്റ്റ് അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി കാര്യങ്ങളാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. കാരണം ഒത്തിരി ആൾക്കാർക്ക് അറിയാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്കൊരു കൺസൾട്ട് ചെയ്ത പോലെയായിരുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.